ഫ്രീക്സ്. അപ്പോൾ സിനിമയുടെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു റിവ്യൂ കാണുമെന്നുണ്ടാവുക. സിനിമ നമുക്കിങ്ങനെ കണ്ടിരിക്കാം. ഏത് തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് കയറി AC-യിൽ 2.5 മണിക്കൂർ സുഖസുന്ദരമായി കണ്ടിരിക്കാം. അത് ചാരുന്ന സീറ്റിൽ ഇങ്ങനെ ചാരി മറ്റേ കിടന്നുറങ്ങി നമുക്ക് എന്തൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ അത്തരം സെറ്റപ്പുകളൊക്കെ നമ്മുടെ തിയേറ്ററിൽ ഉണ്ടല്ലോ. പഴയ പോലെ തിക്കണ്ട തിരക്കണ്ട, എല്ലാത്തിനും സിസ്റ്റമാറ്റിക്കാണ്. നമുക്ക് ഒരു ടിക്കറ്റ് നമ്പർ കിട്ടും, അതിൽ നേരെ പോയി ഇരിക്കുക. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സിനിമ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ നല്ലതാണോ ചീത്താണെന്ന് ഞാൻ എങ്ങനെ പറയുക? അതിനുള്ളൊരു അർഹത എനിക്കില്ല. ഞാൻ നല്ലതാണെന്ന് പറഞ്ഞ് സിനിമ നല്ലതാവണമെന്നില്ല, ഞാൻ ചീത്താണെന്ന് പറഞ്ഞിട്ട് സിനിമ ചീത്തതാവണമെന്നില്ല. എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ മാത്രം ഇഷ്ടങ്ങളാണ്. എനിക്കിഷ്ടമുള്ള കാര്യങ്ങളായാലും ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, എനിക്കിഷ്ടപ്പെട്ട സിനിമയാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക. എല്ലാവരും ഇഷ്ടാനിഷ്ടങ്ങൾ വേറെയാണ്. സോ ഒരാൾ റിവ്യൂ പറയുന്നത് കേട്ടിട്ട് സിനിമ വിലയിരുത്തരുത്. അല്ലെങ്കിൽ എന്തിനാ നിങ്ങൾ ഒരു റിവ്യൂ നോക്കി സിനിമ കാണാൻ പോകുന്നത്? നിങ്ങൾക്ക് കാണാൻ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണുക. അല്ലാണ്ട് ഇതുപോലെ എന്നെ പോലെ ഇവിടെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് കുറേ കൊണ പറയുന്ന കുറേ പമ്പര വിഡ്ഢികൾ റിവ്യൂവേഴ്സും മറ്റതാണ് മറിച്ചാൽ മറ്റേ അവരുടെ റിവ്യൂ ഒന്നും എടുക്കാൻ നിൽക്കരുത്. സിനിമ കാണണമെങ്കിൽ പോയി കാണുക. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാവില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. അവർക്ക് ഇഷ്ടപ്പെടില്ല പറഞ്ഞാൽ നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെടില്ല എന്ന് യാതൊരു അർത്ഥമല്ല. അപ്പോൾ ഇങ്ങനെയുള്ള റിവ്യൂ കാര്യങ്ങളൊന്നും അതിനൊന്നും ഡിപ്പെൻഡ് ചെയ്തൊരിക്കലും സിനിമയെ വിലയിരുത്താൻ നിൽക്കരുത്. പോയി കാണുക. അതേ ഞങ്ങളുടെ മൂഡ്.